ഹായ് ഓൾ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ എണീറ്റ് കുറച്ച് ചായ കുടിക്കുകയാണ്. ഇതെന്നുള്ളൊരു ശീലമൊന്നുമല്ല കേട്ടോ ചായ കുടിക്കുന്നത്. പിന്നെ ഇപ്പം അമ്മയുള്ളതുകൊണ്ട് അമ്മ ഉണ്ടാക്കിയതുകൊണ്ട് കുടിക്കുന്നേ ഉള്ളൂ. പിന്നെ ഏട്ടന് ഡ്യൂട്ടിക്ക് പോകണം, അപ്പോൾ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ ഇന്ന് നമുക്ക് ചായക്ക് ഇഡ്ഡലിയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, ബാക്കി ഇത്രയും കൂടിയേ ഉള്ളൂ. അങ്ങനെ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ ഞാൻ വന്നിട്ട് എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചു. ഇനി നമുക്ക് എന്തെങ്കിലും തോരൻ ഉണ്ടാക്കണം. തോരൻ ഇൻ ദ സെൻസ് ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെ അപ്പം ഉപ്പേരിക്ക് ബീൻസ് ഇരിപ്പുണ്ട്, അങ്ങനെ അത് മുറിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്മ പുറകിൽ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും കൂടി ഉള്ളൂ കേട്ടോ ഇതൊക്കെ. അമ്മയും അച്ഛനൊന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് പോയല്ലേ പറ്റുള്ളൂ. അവിടെ വീടൊക്കെ അടച്ചിട്ടിട്ട് വന്നതാണ്. പിന്നെ ഇവിടെ തണുപ്പൊക്കെ തുടങ്ങി, അപ്പോൾ അവർക്ക് ക്ലൈമറ്റൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അമ്മയും അച്ഛനൊന്ന് പോവും. പിന്നെ മോനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി അവന് ഞാനിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്ത് വിടാറ്. അങ്ങനെയാകുമ്പോൾ അവന് കഴിക്കാൻ ഒന്നുകൂടി ഈസി ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ സ്നാക്സിന് പേരയ്ക്ക കേട്ടോ കൊടുക്കുന്നത്. ഈ പേരക്ക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വികാരവും, അതിന് പുളിയുമില്ല, മധുരവുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇത് കഴിക്കണമെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് മുളക് പൊടിയോ ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ മാത്രമേ അതിനൊരു എന്തെങ്കിലുമൊക്കെ ഒരു ടേസ്റ്റ് തോന്നുള്ളൂ. അപ്പോൾ അവനും അങ്ങനെ തന്നെയാണ് കൊടുത്തു വിടുന്നത്. കുറച്ച് മുളക് പൊടിയോ ഉപ്പും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തു വിടുന്നത്. അങ്ങനെയാകുമ്പോൾ അവൻ കഴിച്ചോളും. അവൻ നല്ല കേട്ടോ, എല്ലാവരും അങ്ങനെയൊക്കെ എന്തെങ്കിലാണെങ്കിലേ കഴിക്കുള്ളൂ. ഇതെന്താ ഇങ്ങനെയെന്നുള്ളത് അറിയില്ല. വാങ്ങി കൊണ്ടുവന്ന് പിന്നെ മുറിച്ച് നോക്കുമ്പോഴാണ് ഇതിങ്ങനെയാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അവൻ്റെ ടിഫിനൊക്കെ പാക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് ഇവിടുന്ന് പാറുക്കുട്ടി കരയുന്ന പോലെ തോന്നിയിട്ട് വന്നു നോക്കിയാൽ കേട്ടോ. അപ്പോൾ അവൾ എണീറ്റിട്ടുണ്ട്. പിന്നെ എണീറ്റിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങി. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വേഗം വന്നിട്ട് അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി ചോറിന് കുക്കറിൽ വെച്ചു. ഇനി ഇത് സ്റ്റീം വരുമ്പം വിസിലിട്ടിട്ട് സിമ്മിലിടും. എന്നിട്ടൊരു 5-6 മിനിറ്റ് കഴിയുമ്പം ഓഫാക്കിയിടും കേട്ടോ. അപ്പോഴത്തേക്കും ചോറും റെഡിയാവും. അപ്പോൾ ചോറ് വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ വാർഡ്രോബ് മൊത്തം അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് മന്ത്ലി ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം വീണ്ടും എല്ലാം കൂടെ അങ്ങനെ വാരി വലിച്ച പോലെ ആവട്ടെ. എനിക്ക് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. പക്ഷേ എപ്പോഴും എടുത്ത് വെക്കാനുള്ള ടൈം കിട്ടാറുമില്ല. ഇത് പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഉള്ള കാരണം അവർ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പം എല്ലാം കൂടെ ഇങ്ങനെ ആയി പോകുന്നതാണ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മടക്കി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനി എല്ലാം കൂടി ഇന്ന് പറ്റില്ല. അപ്പോൾ മേലത്തത് പിന്നെ ഒരു ദിവസം ചെയ്യേണ്ടി വരും. അങ്ങനെ താഴത്തത് മൊത്തം ഞാനൊരു വിധമൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. മേലത്തിൻ്റെ സിറ്റുവേഷൻ ഇതാണ്. അപ്പോൾ അതിനി പിന്നെ എപ്പോഴെങ്കിലും ഒഴിവുള്ളപ്പോൾ ചെയ്യാം. അപ്പോഴത്തേക്കും പാറുക്കുട്ടി എണീറ്റു. പിന്നെ കുറച്ച് നേരം അവളുടെ അടുത്ത് ഇരുന്ന് അവളൊക്കെ പാമ്പർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കുളിക്കാനായിട്ട് പോയിട്ടോ. അങ്ങനെ അവളെ കുളിപ്പിച്ച് കൊണ്ടുവന്നു. ഞാനും കുളിച്ച് ഒന്ന് റെഡിയായിട്ട് ഇനി മോനെയും വിളിച്ച് അവനെയും റെഡിയാക്കണം. എന്നിട്ട് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് അവരെ സെറ്റാക്കണം കേട്ടോ. അവന് സ്കൂളിൽ പോകാനുണ്ട്. അപ്പോഴത്തേക്കും അവനെയും സെറ്റാക്കണം, ബുക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട്. എന്നിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് കയറാൻ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി കഴിച്ചില്ല. ഇത് ഇന്നലത്തെ മേത്തി പൊറാട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡ്യൂട്ടിക്ക് കയറി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.